വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 13th സെപ്റ്റംബർ. നമ്മൾ കവർ ചെയ്യുന്നത് 15th സെപ്റ്റംബർ മുതൽ 19th സെപ്റ്റംബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ട്രേഡ് നെഗോഷിയേഷൻസ് US-ഉമായിട്ടുള്ള ട്രേഡ് നെഗോഷിയേഷൻസ് വീണ്ടും പുനരാരംഭിച്ചു എന്നുള്ള ഒരു ന്യൂസിനെ തുടർന്ന് മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ട് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. എന്തായാലും കുറേയധികം ദിവസങ്ങളുടെ ഒരു വാക്പോരിന് ശേഷം US-ഉമായിട്ടുള്ള ട്രേഡ് ടോക്സിന് വീണ്ടും ഒരു നല്ല ടൈംസിലേക്ക് വരുന്നു എന്നുള്ളത് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ വളരെ ഫെയിമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് US കുറേയധികം പ്രഷർ ടാക്ടിക്സ് ഉപയോഗിച്ച് നോക്കിയെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ആ ഒരു ഫെയിമായിട്ടുള്ള സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ US വരുന്നു എന്നുള്ളത് എന്തായാലും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം GSTയുടെ കുറേയധികം റേഷണലൈസ് ചെയ്തുകൊണ്ടുള്ള ഡിക്ലറേഷൻസ് വന്നതിന് ശേഷം നമുക്ക് സെപ്റ്റംബർ 22 ഈ പുതിയ റേറ്റ്സ് എല്ലാം വരുന്നത്. കുറേയധികം കമ്പനികൾ ഓൾറെഡി അവരുടെ റേറ്റുകൾ GSTയുടെ കട്ടിനനുസരിച്ചുള്ള രീതിയിലേക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ ട്രേഡ് നെഗോഷിയേഷൻസിൻ്റെ ഒരു റിസൾട്ട് വരുന്നതോടുകൂടിയാണ് പൂർണ്ണമായിട്ടും നമുക്ക് മാർക്കറ്റിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നവംബർ മന്തോടുകൂടി കുറേയധികം ഒരു ഫസ്റ്റ് ഈ നെഗോഷിയേഷൻസിൻ്റെ ഒരു റിസൾട്ട് വരും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തിൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ സംസാരിച്ചത്. എന്തായാലും അതൊരു വളരെ പോസിറ്റീവായിട്ട് ആണ് മാർക്കറ്റും എടുത്തിട്ടുള്ളത്. എന്തായാലും US-ൻ്റെ പലപ്പോഴുള്ള ഒരു ടോൺസ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ടെങ്കിലും ഇന്ത്യ വളരെ ഫെയിമായിട്ട് വളരെ മാന്യമായ രീതിയിൽ അതിനോട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കമ്മിലേക്ക് അത് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ 373 പോയിൻറ്റ്സ് ഉയർന്ന് 25,114 ക്ലോസ് ചെയ്തത്. ഇതിന് മുമ്പുള്ള ആഴ്ചയിൽ മോർ ദാൻ 300 പോയിൻറ്റ്സിൻ്റെ ഒരു റീബൗണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിന് മുമ്പുള്ള ആഴ്ചയിലും കാണുകയുണ്ടായി. അപ്പോൾ വീണ്ടും മാർക്കറ്റ് 25,000 മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിന് ആ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സും 80,000 മുകളിലേക്ക് വളരെ ഫെയിമായിട്ട് വന്ന് 81,904 ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ആഡ് ചെയ്തിരിക്കുന്നത് 1,193 പോയിൻറ്റ്സ് ആണ്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ നോക്കുമ്പോൾ 1,152 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 58,227 മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ഒരു റീബൗണ്ടോടുകൂടി 334 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട് 17,989 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ നമുക്കൊരു റീബൗണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അതുപോലെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗോൾഡിൻ്റെ പ്രൈസ് എന്നുള്ളതല്ലേ. പല നമ്മൾ സോഷ്യലി ഇതിൻ്റെ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസസ് എല്ലാം വലിയൊരു റാലിയോടുകൂടി പുതിയ റെക്കോർഡുകൾ ഇട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടു. $3,650 പെർ ട്രോയ് ഔൺസ് എന്നുള്ള ആ ഒരു റേറ്റിലേക്ക് ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിലെ പ്രൈസും ഒരു പവൻ 80,000 എന്നുള്ള രീതിയിലേക്കൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് പ്രൈസ് പലപ്പോഴും നമുക്ക് പല ഗ്ലോബലി പല കാര്യങ്ങളും വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പല ട്രെൻഡുകളൊക്കെ ചിലപ്പോഴും ഇതിൻ്റെ ഒരു ചൂണ്ടുപലകയാകാറുണ്ട്. അതുപോലെ തന്നെ ഡോളറിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ഗോൾഡിൽ വരുന്ന ഈ പ്രൈസിൻ്റെ ഹൈക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കുറേ സമയം ഒരു ലെവലിൽ ട്രേഡ് ചെയ്തതിന് ശേഷം 3, 4 അല്ലെങ്കിൽ 5 വർഷം വലിയ മാറ്റമില്ലാതെ ട്രേഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു വലിയ റാലിയുടെ കടന്നു പോകും. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു
കുറേ അധികം പീരിയഡ് വർഷങ്ങളോളം വലിയ അനക്കമില്ലാതെയൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും അടുത്തൊരു റാലിയോടുകൂടി പിന്നെയും 40% 50% ഒക്കെ മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഗോൾഡ് പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺസും ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാണാം ഈ വർഷം തന്നെ ഗോൾഡിൻ്റെ പ്രൈസ്, ഇൻ്റർനാഷണൽ ഗോൾഡിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 40%-ലധികം ഉയർന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഒരു പുതിയ ഉയരം കുറിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് കൂടുതലായിട്ട് ഗോൾഡ് വാങ്ങുന്നുണ്ട്. കുറേയധികം ETF-കളെല്ലാം ഇത് വാങ്ങുന്നുണ്ട്. അതുപോലെ ഈ സെൻട്രൽ ബാങ്ക്സ് ചൈനയും ഇന്ത്യയും റഷ്യയും അതുപോലെ ടർക്കി പോലെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ രാജ്യങ്ങൾ ഇവർ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് അവരൊരു നോർമലി അവരുടെ ഒരു റിസർവായിട്ട് കീപ്പ് ചെയ്യുന്ന അത് US$ൽ റിസർവ് കീപ്പ് ചെയ്യുന്നതിന് പകരം അവരൊരു ഡൈവേഴ്സിഫൈ ചെയ്ത് ഗോൾഡിലേക്ക് അവർ റിസർവ് അതിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഗോൾഡിൻ്റെ ഒരു കമോഡിറ്റി എന്നുള്ള നിലയ്ക്ക് അതിനുള്ളൊരു ലിമിറ്റഡ് സപ്ലൈ ഉള്ളൊരു കമോഡിറ്റി കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും അല്ലേ. അതുപോലെ തന്നെ ഈ ഗോൾഡിൻ്റെ ETF-കളൊക്കെ കാര്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേയധികം അണ്ടർ എക്സ്പോഷർ ആയിരുന്നു ഇത്രയും കാലം എന്നുണ്ടെങ്കിൽ അതും ETF-കളും കൂടുതൽ ഗോൾഡ് വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ US$ൻ്റെ വീക്ക്നെസ് ആണ് ഈ ഗോൾഡ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു റാലി നടക്കാനായിട്ട് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. 2025 US$ ഇൻഡെക്സ് വലിയ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഡിക്ലൈൻ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഗോൾഡിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 25 വർഷത്തെ ചാർട്ട് 2000 മുതൽ 2025 വരെയുള്ള ഗോൾഡിൻ്റെ ഡോളറിൽ എപ്പോഴും ഒരു ട്രോയ് ഔൺസിലാണ് ഗോൾഡിൻ്റെ റേറ്റ് പറയുക. അപ്പോൾ ഒരു ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ 31.1035 ഗ്രാംസാണ് ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2000-ൽ ഇത് ഗോൾഡിൻ്റെ റേറ്റ് $290 ആയിരുന്നു പെർ ട്രോയ് ഔൺസ്. അതിനുശേഷം നമ്മൾ കാണാം 2010-ലേക്ക് എത്തുമ്പോൾ $1190 വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ 2020-ലേക്ക് ഗോൾഡ് എത്തുമ്പോൾ $1540 പെർ ട്രോയ് ഔൺസിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് അതായത് 2020-ൽ 1540-ൽ ട്രേഡ് ചെയ്തിരുന്ന ഗോൾഡ് ഇപ്പോൾ 2025-ൽ ഈ ഫ്രൈഡേയിൽ $3650 പെർ ട്രോയ് ഔൺസിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ മോർ ദാൻ ഡബിൾ ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഗോൾഡ്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഈ ഒരു 2025-ൽ തന്നെ മോർ ദാൻ 40%-ലധികം ഗോൾഡ് മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ 2020 മുതൽ 2025 വരെ 137% എക്സാക്ട്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള ഈ ഒരു റാലി. അതിൽ നമുക്ക് കാണാം പലപ്പോഴും ഗോൾഡ് 2020-21 പീരീഡിലൊക്കെ ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കൺസോളിഡേഷനിലൂടെ പോയി 2020-ലാണ് പിന്നീടുള്ള അടുത്തൊരു റാലി തുടങ്ങുന്നതല്ലേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2025-ൽ നമുക്ക് കാണാം വലിയൊരു റാലി 2024 2025-ലായിട്ട് വലിയ റാലി നടത്തിയിരിക്കുന്നത്. ഏതായാലും ഗോൾഡ് ഇതുപോലെ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നമുക്കറിയാം ബ്രിക്സിൻ്റെ ഇതായിട്ടുള്ള മറ്റൊരു കറൻസിയെക്കുറിച്ചുള്ള ടോക്കും അതുപോലെ തന്നെ US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം മറ്റ് ബ്രിക്സ് കൺട്രീസിൻ്റെ ഇടയിലൊരു മറ്റൊരു കറൻസിനെ കുറിച്ചുള്ള സംസാരം വരുന്നു. അതുപോലെ യൂറോപ്പിനാണെങ്കിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള സൗദി അറേബ്യയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൺട്രീസിനൊക്കെയും US-ന് എത്ര ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ US കറൻസി $ൽ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഫ്രഷായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് പലപ്പോഴും കൂടുതൽ പോകുന്നത് ഗോൾഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് വരും ദിവസങ്ങളിൽ
നമുക്ക് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ 2025 നമ്മൾ ഇതുപോലെയുള്ള റാലി കാണുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഗോൾഡിൻ്റെ ഈ റാലി ചിലപ്പോൾ 1-2 വർഷം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നിന്നിരിക്കാം. കാരണം ഗോൾഡ് എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കുറേ അടുത്തുള്ള 4-5 വർഷമൊക്കെയാണ് അത് മൂവ് ചെയ്യുന്നത്. പിന്നീട് കുറേ നാൾ എന്തൊരു കൺസോളിഡേഷൻ, അതായത് വലിയ മൂവ്മെൻറ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് വലിയ മൂവ്മെൻറ്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ചധികം പേരെൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഗോൾഡ് ഇതുപോലെ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഗോൾഡിൻ്റെ ഇപ്പോൾ 2011 ഞാൻ ജിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ കമ്മോഡിറ്റീസിൽ ഗോൾഡിനെ എപ്പോഴും വാങ്ങുക എന്നുള്ളൊരു നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഒരു പെർസെൻറ്റേജ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസ് തന്നെയാണ് ഞാൻ എപ്പോഴും നൽകാറുള്ളത്. അപ്പോൾ പലപ്പോഴും ചോദിക്കുന്നവർ ഇപ്പോൾ ഹൈലായില്ല, ഇനി എന്ത് ചെയ്യണം, ഇനി എന്തിനാ ഇപ്പോൾ വാങ്ങുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുക, കഴിഞ്ഞൊരു വർഷം കൊണ്ട് തന്നെ ഇത്രയും നിയർലി 40%-ലധികം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിന് എപ്പോഴെങ്കിലും നമ്മൾ ടൈമിംഗ് ചെയ്യാതെ ഫണ്ടിനനുസരിച്ച് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക പോർഷൻ, അല്ലാതെ മുഴുവൻ എമൗണ്ട് അല്ല, ഒരു പോർഷൻ നമ്മൾക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നല്ലത്. ഒരു പക്ഷേ നമ്മൾ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നമ്മുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഗോൾഡ് ഫിസിക്കലി ഒരു മാലയാട്ടോ അല്ലെങ്കിൽ ഒരു വളയാട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫാമിലിയിലും സന്തോഷം ഉണ്ടാവും, അതുപോലെ നമ്മുടെ സമ്പത്തും ഇതുപോലെ വളർന്നു വരും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള ജ്വല്ലറി ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു 70 റുപ്പീസിലൊക്കെ സ്റ്റോക്ക് ഒരു ഓൾമോസ്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം 1 ഇയറോളം ട്രേഡ് ചെയ്യുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ വർഷം നമ്മൾ ഗോൾഡ് വാങ്ങുന്നതിന് പകരം ഭാര്യയ്ക്ക് നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഷെയർസ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വാങ്ങി കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കുറേയധികം ക്ലയൻസ് അത് കല്യാണിൻ്റെ ഷെയർസ് വാങ്ങി 70 റുപ്പീസിനൊക്കെ വാങ്ങിയ ഷെയർസ് പിന്നെ 500-ഉം 600-ഒക്കെ ആയതിനു ശേഷം അന്ന് വലിയ പ്രോഫിറ്റിൽ വിൽക്കാനായിട്ടൊക്കെ സാധിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, വലിയൊരു റാലിക്ക് ശേഷം കല്യാൺ ജ്വല്ലേഴ്സ് ഒരു കറക്ഷനും ഒരു കൺസോളിഡേഷൻ്റെ മൂഡിലൊക്കെയാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഷെയർസ് ഇട്ടിട്ട് നമുക്ക് ഗോൾഡ് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ ETF അങ്ങനെയുള്ള ഗോൾഡ് ഒക്കെ വാങ്ങാവുന്നതാണ്. കാരണം ഇപ്പോൾ ബുള്ളിഷ് ട്രെൻഡിൽ നിൽക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ച് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പോർട്ട്ഫോളിയോ, ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വിറ്റിയിലേക്കുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ വലിയ മാനേജ് ചെയ്യാനായിട്ട്, കാരണം വിൽക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിൽ മാനേജ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും സാധിക്കുന്നില്ലല്ലോ. പക്ഷേ നമുക്ക് ഇക്വിറ്റിയിൽ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇതുപോലെ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ. ആളുടെ ഒരു ജോലി ലഭിച്ച് അതിലൂടെ ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ വീട് വയ്ക്കുന്നു. അതുപോലെ തന്നെ മക്കളുടെ എഡ്യൂക്കേഷനും മക്കളുടെ മറ്റുള്ള മാരേജ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ വെൽത്തിൽ ഒരു വലിയ പോർഷൻ ഗോൾഡിനും വലിയ രീതിയിൽ നമുക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് കുറേ അധികം പേര് നമ്മളുടെ ഡയമണ്ട് പീക്ക് പോലെയുള്ള സീരീസിലൂടെയൊക്കെ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതിനെ ഉപയോഗിക്കണം, അതുപോലെ നമ്മൾ ഗോൾഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതിനും കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അതുപോലെ നമ്മൾ GST റേറ്റ് നമ്മുടെ ഇപ്പോൾ ഈ 28% എന്നുള്ള GST റേറ്റ് ഒരുവിധം എല്ലാ 4 വീലേഴ്സിനും സ്മോൾ കാറുകൾക്കെല്ലാം ഒരു 18%-ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക്
വലിയൊരു ബെനിഫിറ്റാണ് നമുക്ക് ഈ സെപ്റ്റംബർ 22 കൂടി വരാൻ പോകുന്നത്. അതിലൊരു ഇമ്പാക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മഹീന്ദ്രയുടെ ഒരു സ്റ്റോക്ക് നമുക്കറിയാം കുറേ ദിവസങ്ങളായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റിലായിരുന്നു. കാരണം അവരുടെ കുറച്ച് പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ റോഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മഹീന്ദ്രയുടെ കുറേയധികം വെഹിക്കിൾസ് കൂടുതൽ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് എല്ലാവരും മഹീന്ദ്രയുടെ കാറുകൾ വാങ്ങുന്നത്, എസ് യു വികൾ പ്രത്യേകിച്ചും വാങ്ങുന്നത് കാണും. ഇപ്പോൾ ഈ GST കട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ടാക്സ് കട്ട് വരുന്നത് ഇവരുടെ എസ് യു വികളും സ്മോൾ കാർസും അതുപോലെ ട്രാക്ടേഴ്സിനൊക്കെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ താർ, സ്കോർപിയോ, XUV 300, സ്കോർപിയോ N, അതുപോലെ XUV 700 എന്നുള്ള വണ്ടികൾക്കൊക്കെ വലിയ രീതിയിൽ പ്രൈസ് കുറയുന്നുണ്ട്. ഒരു 1 lakh മുതൽ 1,60,000 വരെയൊക്കെ ഉള്ള പ്രൈസിൽ കുറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദീപാവലിയുടെയൊക്കെ ഒരു ഫെസ്റ്റീവ് സീസണിൽ കാര്യമായിട്ടുള്ള വോള്യൂം ബിസിനസ് ചെയ്യാനായിട്ട് മഹീന്ദ്രയ്ക്കൊക്കെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും മഹീന്ദ്രയുടെ ഈ ഒരു ഇപ്പോൾ 3,500 ലെവലിലേക്കാണ് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ നെറ്റ് പ്രോഫിറ്റ് 24% ഉയർന്ന് 4,083 crores വന്നിട്ടുണ്ട്. അതുപോലെ മഹീന്ദ്രയുടെ റവന്യൂ ആണെങ്കിലും 22% ഉയർന്ന് 25,529 വന്നിട്ടുണ്ട്. നമുക്ക് മഹീന്ദ്രയുടെ ഒരു ചാർട്ട് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കും മഹീന്ദ്രയുടെ സ്റ്റോക്ക് പ്രൈസ് 2020 ജസ്റ്റ് 350 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. 2020 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 5 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ, അത് ആ കോവിഡ് പീരീഡ് കഴിയുമ്പോൾ 350 റുപ്പീസിലാണ് മഹീന്ദ്രയുടെ സ്റ്റോക്ക് പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇന്ന് കാണാം, നമുക്ക് 3,500 ലെവലിലേക്ക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു റാലി ആയിരുന്നു മഹീന്ദ്രയുടെ ഒരു റാലി. ആ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നമുക്കറിയാം, മഹീന്ദ്ര ഈ GST കട്ടിന് മുമ്പ് തന്നെയാണ് ഈ റാലി മുഴുവൻ നടന്നിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ GST റേറ്റ് കട്ട് മൂലം കുറേയധികം വോള്യൂം കൂടുതൽ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ളൊരു കമ്പനി കൂടിയാണ് മഹീന്ദ്ര. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുറേയധികം രാജ്യസ്നേഹികളായിട്ടുള്ളവർ പലരും പ്രിഫർ ചെയ്യുന്നൊരു വണ്ടി കൂടിയാണ് മഹീന്ദ്ര. അതോടൊപ്പം തന്നെ ഇവരുടെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടിലേക്കും കാറുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലരും അതിനെ പ്രിഫർ ചെയ്ത് വാങ്ങുന്നുണ്ട്. ഒരുപക്ഷെ മഹീന്ദ്ര ഒരു മാരുതിയുടെ ഒരു പെർഫോമൻസിലേക്കൊക്കെ നമുക്ക് വരും വർഷങ്ങളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ഫ്രൈഡേയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു കമ്പനിയാണ് JBMA എന്നുള്ള കമ്പനി. JBM ഓട്ടോ 14% ഫ്രൈഡേയിൽ റാലി നടത്തിയിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം JBM എക്കോ ലൈഫ് മൊബിലിറ്റി എന്നുള്ള JBM ഓട്ടോയുടെ ഒരു സബ്സിഡറി കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് $100 million ഓൾമോസ്റ്റ് ഒരു 850 crores ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു 1,455 ഇലക്ട്രിക് വെഹിക്കിൾസ് മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത് പോലെയുള്ള സ്റ്റേറ്റുകളിൽ കാർബൺ എമിഷനും ഡീസൽ യൂസേജ് കുറയ്ക്കുന്നതിനും അതുപോലെ കുറേയധികം 1000-ഓളം ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നൽകുന്നതാണ്. അതെന്തായാലും ഈ ഒരു എമൗണ്ട്, അത്രയധികം വലിയൊരു എമൗണ്ട് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന JBMയുടെ വരും ദിവസങ്ങളിലുള്ള ഒരു പെർഫോമൻസിന് കാരണമാകാം. നമ്മളിപ്പോൾ കാണുന്നത് JBMയുടെ ഒരു ചാർട്ടാണ്. ഒരു കൺസോളിഡേഷന് ശേഷം JBMA കഴിഞ്ഞ ഫ്രൈഡേയിലാണ് ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 712 ലെവലിലാണ് JBMA ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി സ്റ്റോക്ക് ഒരു 900 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യാവുന്ന ഒരു ബ്രേക്കൗട്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫ്രൈഡേയിൽ ഹിന്ദുസ്ഥാൻ കോപ്പറും വളരെ നല്ല രീതിയിലൊരു റാലി നടത്തുകയുണ്ടായി. ഹിന്ദുസ്ഥാൻ കോപ്പർ കഴിഞ്ഞ ദിവസത്തിൽ അവരൊരു അംബീഷ്യസ് ആയിട്ടൊരു 2,000 crore ഒരു ക്യാപിറ്റൽ കാപ്പെക്സ് പ്ലാൻ റിലീസ് ചെയ്യുകയുണ്ടായി. അവരുടെ കപ്പാസിറ്റി 3 ഇരട്ടിയാക്കാനായിട്ട് ഫൈനാൻഷ്യൽ ഇയർ 31 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ 3.47 മെട്രിക് ടണ്ണിൽ നിന്നും
2 മെട്രിക് ടണ്ണിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാപ്പെക്സ് പ്ലാനാണ് അവർ ഡിക്ലെയർ ചെയ്തത്. അതിനെ തുടർന്നാണ് ഫ്രൈഡേയിൽ സ്റ്റോക്ക് വളരെ വലിയൊരു റാലി നടത്തിയത്. ഈ കമ്പനി ഇപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ ഓൾറെഡി ഒരു കൊളാബറേഷൻ ടോക്സ് നടക്കുന്നുണ്ട്. ചിലിയുടെ കോഡൽകോ എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും വലിയ കോപ്പർ പ്രൊഡ്യൂസറായിട്ടൊരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്തായാലും വരും ദിവസങ്ങളിൽ കമ്പനിക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ചാർട്ടാണ്. ഫ്രൈഡേയിൽ 12.66% ഉയർന്ന് 280 ലെവലിലാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പറും വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ നമ്മളെല്ലാ വീക്കിലും നോക്കാറുള്ള ഒരു 4 കമ്പനികൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ നമുക്കിന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കെയ്നസ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഫസ്റ്റ് ഡൊമസ്റ്റിക്കലി മാനുഫാക്ചേർഡ് സെമി കണ്ടക്ടർ ചിപ്പ് ഒക്ടോബർ 5 2025 കമ്പനിയാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയ്നസ് ടെക്നോളജി 3,300 crores ഈ ചിപ്പ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി വരുന്നത് സനൻഡ് ഗുജറാത്തിലാണ് ഈ കമ്പനി വരുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കമ്പനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കെയ്നസ് ടെക്നോളജിയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓൾറെഡി പ്രൈസ് റണ്ണപ്പിന് ശേഷം 7,171 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെയ്നസ് ടെക്നോളജി വരും ദിവസങ്ങളിൽ വീണ്ടും ഇതുപോലെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി നോക്കുകയാണെങ്കിൽ നെറ്റ്വെബ് ടെക്നോളജീസ് എന്നുള്ള കമ്പനി IT കൺസൾട്ടിങ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2,903 ഈ കമ്പനി ഒരു വളരെ നല്ലൊരു റാലിയോടുകൂടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ്വെബ് ടെക്നോളജീസ് നമുക്ക് വരും ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഇൻ്റലക്റ്റ് ഡിസൈൻ എരീന എന്നുള്ള സ്റ്റോക്ക് IT സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ആണ് കമ്പനിയുടെ ഇൻഡസ്ട്രി. ഈ സ്റ്റോക്ക് 1022 കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റലക്റ്റും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് BDL ഭാരത് ഡൈനാമിക്സ് എന്നുള്ള ഈ കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ 1566 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടറിലൊക്കെ ഉള്ള സ്റ്റോക്കുകൾ കുറേയധികം റീബൗണ്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ കറക്ഷന് നമ്മൾ ഈ BDL കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BDLലും വരും ദിവസങ്ങളിലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക്. ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ള സ്റ്റോക്കായിരുന്നു. ഈ സ്റ്റോക്ക് ഞങ്ങൾ നൽകിയിരുന്നത് 80 ലെവലിലായിരുന്നു. 300 ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഈ കഴിഞ്ഞ വീക്കിലും അപ് ട്രെൻഡിൽ തന്നെയായിരുന്നു. 320 ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഓൾമോസ്റ്റ് 300% പ്രോഫിറ്റിലാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേയധികം ക്ലയൻസ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോട് പലരും അഭിപ്രായം ചോദിച്ചവരോടെല്ലാം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വലിയൊരു റാലിയാണ്. 300% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു റാലിയാണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇനി പ്രോഫിറ്റ് പോർഷൻ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇനി വേണമെങ്കിൽ റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്യാം. പക്ഷേ പേഴ്സണലി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തന്നെയാണ്. അതുപോലെ നമ്മൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസിൻ്റെ ഇപ്പോഴത്തെ ഒരു റാലി വന്നത് നമുക്കറിയാം. ഒരു 25 crores DRDO എന്നുള്ളൊരു പുതിയ ഓർഡർ ഇപ്പോൾ ലഭിച്ചുകൊണ്ടും അവരുടെ ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 735 crores ഓർഡർ ബുക്ക് ഇപ്പോൾ 2025 ജൂൺ മന്തിൽ നോക്കുകയാണെങ്കിലുണ്ട്. വളരെ നല്ല രീതിയിൽ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നൊരു സമയമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ VIP സീരീസിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് പ്രിക്കോൾ എന്നുള്ള സ്റ്റോക്ക്. പ്രിക്കോൾ ലിമിറ്റഡ് ഞങ്ങൾ 210 ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ സ്റ്റോക്ക് ഒരു 518 ലെവലിൽ ഓൾമോസ്റ്റ് ഒരു 146% പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്റ്റോക്ക്
കഴിഞ്ഞ ദിവസം കുറച്ച് സമയമായിട്ടൊരു കൺസോളിഡേഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് കുറേയധികം ക്ലയൻസ് ഇതുവരെ ഇപ്പോഴും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക് 17 ആയിരുന്ന സുർമ കഴിഞ്ഞ ദിവസത്തിലൊരു 863 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 92%-ലധികം പ്രോഫിറ്റിലാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 900 ആണ് ടാർഗറ്റ്. 900 ലെവലിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡയമണ്ട് പിക് 19 ആവലോൺ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 550 ലെവലിലായിരുന്നു. 914 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന് ഒരു 1100 ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതുവരെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. അതുപോലെ ഞങ്ങൾ ഈ സെപ്റ്റംബർ മന്തിൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പിക്കായിട്ടുള്ള ഡയമണ്ട് പിക് 31 ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസത്തിൻ്റെ അവസാനത്തെ വീക്കിലായിരിക്കും ഞങ്ങൾ ആ സ്റ്റോക്ക് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് നേടുന്നതിനുള്ള റെക്കമെൻഡേഷൻസിൻ്റെ പാക്കേജിൽ ഞങ്ങൾ വളരെ റീസെൻ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ റേറ്റ് ഗെയിൻ ട്രാവൽസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 475 എൻ്റർ ചെയ്ത് 550 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഞങ്ങൾ 170 എൻ്റർ ചെയ്ത് 200 എന്നുള്ള ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 17% പ്രോഫിറ്റും. അതുപോലെ ഞങ്ങൾ മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള KRBL ഞങ്ങൾ 380 എൻ്റർ ചെയ്ത് 475 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റും. അതുപോലെ സ്കിപ്പർ ലിമിറ്റഡിൽ ഞങ്ങൾ 485 എൻ്റർ ചെയ്ത് 560 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15%. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ശാരദ എനർജി എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 510 എൻ്റർ ചെയ്ത് 475 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 12% പ്രോഫിറ്റുമാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്കുകളാണ്. ഗുജറാത്ത് മിനറൽസ് 25% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. JBM ഓട്ടോ 17% ഉയർന്നും. ഹിന്ദുസ്ഥാൻ കോപ്പർ 15% ഉയർന്നും. NLC 13% ഉയർന്നും. വാരി എനർജീസ് 13% ഉയർന്നും. മദേഴ്സൺ സുമി വയറിംഗ് 13% ഉയർന്നും. BEML 11% ഉയർന്നും. ഇൻഡസ് ടവേഴ്സ് 11% ഉയർന്നും. ബ്രെയിൻ ബി സൊല്യൂഷൻസ് 11% ഉയർന്നും. അതുപോലെ സംവർദ്ധാൻ മദേഴ്സൺ 10% ഉയർന്നും. ഡാറ്റ പാറ്റേൺസ് 10% ഉയർന്നും. NMDC സ്റ്റീൽ 10% ഉയർന്നും. ടിറ്റാഗ്രാഫ് റെയിൽ സിസ്റ്റംസ് 10% ഉയർന്നും. ഇൻ്റലക്ട് ഡിസൈൻ അറീന 10% ഉയർന്നും. അതുപോലെ ന്യൂലാൻഡ് ലബോറട്ടറീസ് 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ലാസ്റ്റ് വീക്കിലെ ചാർട്ടാണ്. 5th സെപ്റ്റംബറിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 24,741 8th സെപ്റ്റംബറിൽ 32 പോയിൻറ്റ്സ് ഉയർന്നും. 9th സെപ്റ്റംബറിന് 95 പോയിൻറ്റ്സ് ഉയർന്നും. 10th സെപ്റ്റംബറിന് 104 പോയിൻറ്റ്സ് ഉയർന്നും. 11th സെപ്റ്റംബറിന് 32 പോയിൻറ്റ്സ് ഉയർന്നും. അതിനുശേഷം 12th സെപ്റ്റംബറിന് 108 പോയിൻറ്റ്സ് കൂടെ ഉയർന്നു. നിഫ്റ്റി 25,000 മുകളിൽ വളരെ ഫേമായിട്ട് 25,114 ക്ലോസ് ചെയ്തത്. എന്തായാലും 373 പോയിൻറ്റ്സ് കൂടെ അല്ലെങ്കിൽ 1.51% കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും സെപ്റ്റംബർ മന്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് 687 പോയിൻറ്റ്സോടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 200 DMA വരുന്നത് 24,123 ആണ്. 20 DMA വരുന്നത് 24,811 100 DMA വരുന്നത് 24,850 അതുപോലെ 50 DMA വരുന്നത് 24,903 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,001 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 25,389 25,455 25,669 25,757 എന്നീ ലെവൽസാണ്. അതേസമയം 25,001 താഴെ സപ്പോർട്ടുകളായിരിക്കുക 24,863 24,639
475, 23,823, 23,308, 22,669, 21,743 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി റേഞ്ചിൽ നമ്മൾ അടുത്ത ആഴ്ചയിലേക്കൊരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ചായി നിൽക്കുക 25,639ഉം ലോവർ റേഞ്ചായിട്ട് നിൽക്കുക 24,475 ആയിരിക്കും. മിഡ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,001 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NBCC ആണ്. NBCC 107 ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 120 ലെവലിലായിരിക്കും. കഴിഞ്ഞ ഫ്രൈഡേയിൽ NBCC ക്ലോസ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് 106 ലെവലിലാണ്. 107 ലെവലിൽ മുകളിലേക്ക് മൂവ് ചെയ്താൽ NBCCയുടെ അടുത്ത റെസിസ്റ്റൻസ് 120 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NLC ഇന്ത്യ ആണ്. NLC ഇന്ത്യ വളരെ നല്ലൊരു ബ്രേക്കൗട്ടോടുകൂടി 262 ലെവലിലാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 262 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 290 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് NLC ഇന്ത്യ ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ IDBI ബാങ്ക്, റിലാക്സോ ഫുട്വെയർസ്, അവാന്തി ഫീഡ്സ്, ആദിത്യ ബിർല ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അതുപോലെ ചെന്നൈ പെട്രോ എന്നീ കമ്പനികളാണ്. ഈ കമ്പനികളെല്ലാം നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.